ഇത്തവണത്തെ കാലവർഷത്തിൽ ജില്ലയിലുണ്ടായ നാശനഷ്ടത്തിന്റെ കണക്ക് പുറത്തുവിട്ട് കൃഷി വകുപ്പ്. ഒരു മാസത്തിനിടെ ജില്ലയിൽ 58.78 ലക്ഷം രൂപയുടെ നഷ്ടം കർഷകർക്കുണ്ടായി. ഉടുമ്പൻചോല, ദേവികുളം, ഇടുക്കി, പീരുമേട് താലൂക്കുകളിലാണ് ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത്. വിവിധ മേഖലകളിലായി 382 കർഷകർക്കാണ് നഷ്ടം നേരിട്ടത്. കാലവർഷത്തിന് മുൻപുണ്ടായ ശക്തമായ വേനലിൽ ജില്ലയിൽ 175.54 കോടിയുടെ കൃഷിനാശമുണ്ടായിരുന്നു. കാർഷിക മേഖലയെ തകർത്ത കൊടുംവേനലിന് പിന്നാലെ എത്തിയ കാലവർഷത്തിൽ ജില്ലയിൽ വ്യാപക കൃഷിനാശം ഉണ്ടായതായാണ് കൃഷിവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും മണ്ണിടിച്ചിലിലും പലയിടങ്ങളിലും കൃഷിനാശമുണ്ടായി. കഴിഞ്ഞ മാസം 29 മുതലാണ് ജില്ലയിൽ കാലവർഷം ശക്തിപ്പെട്ടത്. അന്നു മുതൽ ജൂലൈ 1 വരെയുള്ള ഒരു മാസത്തിനിടെ ജില്ലയിൽ 58,70,800 രൂപയുടെ നഷ്ടം കർഷകർക്കുണ്ടായെന്നാണ് കണക്ക്. വിവിധ മേഖലകളിലായി 382 കർഷകർക്കാണ് നഷ്ടം നേരിട്ടത്. മഴയിലും കാറ്റിലും 104 കർഷകർക്ക് 24,21,000 രൂപയുടെ കൃഷിനാശമുണ്ടായി. ഇളന്തേശം ബ്ലോക്കിലാണ് കൂടുതൽ നാശമുണ്ടായത്. 9,13,000 രൂപയുടെ കൃഷിനാശം ഇവിടെയുണ്ടായി. ഇടുക്കിയിൽ 4,89,000, അടിമാലിയിൽ 1,50,000, കട്ടപ്പനയിൽ 3,45,000, പീരുമേട്ടിൽ 4,99,000, തൊടുപുഴയിൽ 25,000 എന്നിങ്ങനെയാണ് വിവിധ ബ്ലോക്കുകളിലുണ്ടായ കൃഷിനാശത്തിന്റെ കണക്ക്. അതിശക്തമായ മഴയിൽ 22,99,000 രൂപയുടെ കൃഷിയും നശിച്ചു. ഇളന്തേശം, ഇടുക്കി, പീരുമേട് ബ്ലോക്കുകളിലാണ് നാശനഷ്ടമുണ്ടായത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് 11,18,000 രൂപയുടെ കൃഷിനാശമുണ്ടായി. 95 കർഷകർക്കാണ് നഷ്ടം നേരിട്ടത്. ഇളന്തേശം ബ്ലോക്കിലാണ് മണ്ണിടിച്ചിലിൽ കൂടുതൽ വിളനാശമുണ്ടായത്. ഇടുക്കി ബ്ലോക്കിലും മണ്ണിടിച്ചിലുണ്ടായി. ശക്തമായ വേനലിൽ ജില്ലയിൽ 175,54,00,000 രൂപയുടെ കൃഷിനാശമുണ്ടായതായാണ് കണക്ക്. വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ കൃഷിവകുപ്പിന്റെ വിദഗ്ധ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കാണിത്. ഏലം മേഖലയിലാണ് കൂടുതൽ നാശം സംഭവിച്ചത്. 16,220 ഹെക്ടർ ഭൂമിയിലെ ഏലകൃഷി നശിച്ചതിലൂടെ 113,54,00,000 രൂപയുടെ നഷ്ടമുണ്ടായതായാണ് വിലയിരുത്തിയത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.